നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഒന്നും മാറാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കിട്ടാത്ത കാശുണ്ടായിരുന്നു, അതായത് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആള് കാല് മുറിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ പേര് സുധീഷ് വാര്യന്നാണ്. വേറെ പ്രശ്നമുണ്ട്, ഇതിനൊരു ടേസ്റ്റും ഇല്ല. ചോറിൻ്റെ ടേസ്റ്റ് ഇതിനുണ്ട്, പിന്നെ ന്യൂട്രീഷൻസ് വെച്ചിട്ട് ചെലവ് കൊടുക്കും. പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ ന്യൂട്രീഷൻസ് ആണ് ക്യാമ്പയിന് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ ന്യൂട്രീഷനും നമുക്ക് ആവശ്യമുള്ളതിനുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് മാത്രം കുറച്ച് കുറവുള്ളൂ. 3 തരം ചെറുപിടികളാണ്. അത് ഒന്നിനും ഉപ്പാവുണ്ടാക്കാം, അതല്ലെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കളിച്ച് വെച്ചിട്ട് ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയണേ ഇങ്ങനെ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ക്രീം അല്ലെങ്കിൽ പാലൊക്കെ ചേർത്ത് നമ്മൾ ഡയറി ഫ്രീ ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ നല്ലതെന്ന് പറയും. നമ്മുടെ തേങ്ങാപ്പാൽ സാധാരണ നമ്മുടെ പാലിനേലും പശുവിൻ പാലിനേലും നല്ലതാണ് തേങ്ങാപ്പാലെന്ന് പറയുന്നത്. അങ്ങനെയല്ല, അത് അലർജിക്കാണ് ചിലർക്ക്. എല്ലാവർക്കും നല്ല പാല് പലർക്കും അലർജി ഉണ്ടാക്കാം. അപ്പോൾ അലർജി വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ കുട്ടികളെ പഠിക്കുന്ന സമയത്ത് അവർ പറയാം അലർജി വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് ഡയറി ഫ്രീ ആണ് നമ്മുടെ സൂപ്പ്. നമ്മൾ 2 പ്രാവശ്യമായിട്ട് കഴിക്കാം. വെരുകളൊന്നും ആദ്യം വേവാനൊന്നുമില്ല. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കട്ടിങ്ങിലൊരു യൂണിറ്റി ഉണ്ടാവണം. എന്നാലേ ഒരേപോലെ കുക്കാവുള്ളൂ കേട്ടോ. കാബേജ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. കാബേജ്, ബീൻസ്, ക്യാരറ്റ്, കാപ്സിക്കം, ഇത് ബ്രോക്കോളി എന്ന് പറഞ്ഞാൽ നല്ല ബ്രോക്കോളി ചെറുതായിട്ട് വേണ്ട. ഇതൊന്നും വേണ്ട. നിങ്ങളുടെ വേണം മുരിങ്ങയിലാണോ ഉപയോഗിക്കാൻ? ചെമ്പിൻ്റെ ഉണ്ടാണോ? എഗ്ഗോ എന്ത് വേണമെങ്കിലും ഉണ്ടാകും. 2 പ്രാവശ്യമായിട്ട് ഉണ്ടാകും കേട്ടോ. ഇത് ഞാൻ ബോയിൽ ചെയ്ത് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തണുക്കണം. സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ ചൂട്ടോടു കൂടി ഒന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയില്ലേ. മിക്കവാറും ആ ഫുഡ് പോയ്സൺ പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ ഞാൻ പറയാം, ചോറ് പോലുള്ള സാധനങ്ങൾ